ഞങ്ങളിപ്പോൾ എൻ്റെ സിസ്റ്റർ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളത്. ബബ്ബുസാടെ ഉറക്കത്തിലുണ്ട് നല്ല, അല്ല ലത? ഇന്ന് എൻ്റെ സിസ്റ്റർ വീട്ടിൽ ബാർബിക്കാണ്. ലത ഫുള്ള് എക്സൈറ്റ്മെന്റിലുള്ളത്. ഷിസാന്റെ കൂടെ മിഷാന്റെ കൂടെ ഒക്കെ കളിക്കാന്ന് വിചാരിച്ചിട്ടല്ലേ ലത? സിസ്റ്റേഴ്സും പിന്നെ എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡ് അവര് ഫാമിലിയും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ബാക്കി അവിടെ വെച്ചിട്ട് കാണാം, അല്ല ലത? എല്ലാരും ബ്ലാക്ക് ആണ്. ഇന്ന് നമുക്ക് ഡ്രസ് കോഡ് ഉണ്ടൊക്കെ. അതാ ഫുള്ള് ബ്ലാക്കിലുള്ളത്. ഇന്ന് ബ്ലാക്ക് ആണ് ഞങ്ങളെ ഡ്രസ് കോഡ്. ലസയുടെ നല്ല ഡ്രസ്സിലാണ് ഉള്ളത്, അല്ല ലസ? ലസക്ക് ഇങ്ങനെ സ്കേർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മള് വൈറ്റ് സ്കേർട്ടും ബ്ലാക്ക് ബ്ലൗസും ഇട്ടിട്ടുള്ളത്. അവളടുത്ത് പ്യൂർ ബ്ലാക്ക് ഇല്ലാത്ത കൊണ്ടാണ് ഈ ഡ്രസ്സ് ഇട്ടത്, അല്ല ലസ? ഞങ്ങളിവിടെ കാറ്റ് ഇതടാ ഉറങ്ങുന്നുണ്ട്. ഇപ്പൊ ഈ കാറ്റിനെ അങ്ങ് വിട്ടിട്ടാണ് പോകുന്നത്. സാധാരണ അങ്ങ് കൊണ്ടുപോകാറുണ്ട്, ഇന്ന് കൊണ്ടുപോകുന്നില്ല. ഇന്ന് രാത്രി അങ്ങനെ തിരിച്ചു വരുമല്ലോ, അല്ല ലസ? അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ സിസ്റ്റർ വീട്ടിലെത്തിയിട്ടുണ്ട്. എത്തിച്ചോ? ഹായ് ഓൾ. ഇന്ന് എൻ്റെ സെക്കൻഡ് സിസ്റ്റർ വീട്ടിലാണ് ഫംഗ്ഷനൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങളൊക്കെ നേരത്തെ തന്നെ പോയൊക്കെ. ഞങ്ങളും അതേപോലെ എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡ് വീട്ടുകാരും അവർ പിന്നെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ സിസ്റ്ററൊക്കെ വേഗം കിച്ചണിൽ പോയി ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് ഒരു അടിപൊളി മാംഗോ ഷേക്കാണ്. അങ്ങനെ ഞങ്ങൾ മാംഗോ കട്ട് ചെയ്ത് അതിനൊക്കെ മിക്സിയിലിട്ട് പിന്നെ പാൽ അതേപോലെ കുറച്ച് കട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ടൊക്കെ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മാംഗോവും അതേപോലെ പാല് ഐസാക്കിയിട്ട് ഇങ്ങനെ ഒന്നിച്ച് ജ്യൂസ് അടിച്ചാൽ അത് കഴിക്കാൻ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ആദ്യം ഞാൻ മാംഗോ ഇങ്ങനെ അടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു. പിന്നെ അതേപോലെ പാലും പഞ്ചസാരയും മിൽക്ക് മേഡ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്നിച്ച് അടിച്ചിട്ട് ആ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുത്തു. പിന്നെ അവസാനം ഇങ്ങനെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് കട്ടിയിൽ തന്നെ ഉണ്ടാക്കി പിന്നെ അതിൻ്റെ മേലെ ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ തണുപ്പൊന്നും മാറാത്ത അങ്ങനെ തന്നെ ബക്കറ്റിൽ ഉണ്ടാവും. അവസാനത്തേക്ക് കുറച്ച് ജ്യൂസി ഫ്രൂട്ടി പിന്നെ നട്ട്സൊക്കെ മുകളിൽ ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്താൽ കാണാനും ഭംഗിയുണ്ട്. അതേപോലെ ഇതൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടിയല്ല. റെഡ് കളറായിട്ട് ഇങ്ങനെ യെല്ലോ കളറിൻ്റെ കൂടെ മിക്സ് ആയിട്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗി എന്നല്ല. അങ്ങനെ അതും കൂടി കുറച്ചൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഗ്ലാസ്സിൽ ഇത് ജ്യൂസൊക്കെ ഇങ്ങനെ ഒഴിച്ച് ജ്യൂസി ഫ്രൂട്ടി പിന്നെ നട്ട്സിൻ്റെ ഇതുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇടുമ്പോക്ക്. അപ്പോൾ ഗൈസ് എല്ലാവരും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ ചെറിയ സിസ്റ്റർ വരുന്നുണ്ട്. ഉമ്മ ഒന്ന് എത്തിയിട്ട് അവർ വന്നോണ്ടുണ്ട്.
ലൈവ് ഫുഡാണ്. ബാർബിക്ക്, ഫിഷ്, കുട്ടികളൊക്കെ ഇതാ ബബ്ബൂസ് ലാസൊക്കെ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ബബ്ബൂസേ, ബബ്ബൂസേ, മിഷു എടുത്തോ. മിഷു നോക്കാം നിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് നിന്ന. വാ, നൈസ്. ലസാവും ബബ്ബൂസും സ്ട്രൈറ്റിക്ക്. ബബ്ബൂസ ഫോട്ടോ സ്ട്രൈറ്റിക്ക്. അത് ചാലപ്പട്ടം വെയിലെന്ന് പറയാല. ഫിഷ് ഇട്ടണ നല്ല വലിയ ഫിഷല്ല. അപ്പോൾ ഇവിടെ ഫിഷ് സ്റ്റാർട്ടായിട്ടുണ്ട്. വലിയ ഫിഷാണ്. സൂപ്പൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മട്ടൻ സൂപ്പാണ്. ഫിഷ് ഇപ്പൊ അവര് മറിച്ചിട്ടുണ്ടുള്ളത്. അടിപൊളി ഫിഷാണ്. ബിഗ് എന്തോ വലിയ സ്പെഷ്യൽ ഫിഷ്. എത്തിയാണോ ചമ്മോ? ഷാക്കിറ വരുന്നുണ്ട? ഇവിടെ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫിഷ് ഉണ്ട്. സൂപ്പ്, സലാഡ്, ഇതൊരു ബിഗ് ഫിഷ്. അടിപൊളി ടേസ്റ്റാണ്. ഫുള്ള് മസാല പുരട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് അവർ വെച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ സലാഡൊക്കെ എൻ്റെ മുകളിൽ ഇട്ട് വെക്കുന്നുള്ള. ചമ്മൂടെ ഓളെ ഹസ്ബൻഡിന്റെ ഫോട്ടോ ഷാക്കിറിന്റെ. അല്ലൂരെ വിളിക്കാതെ സൂപ്പാണോ? തരാം. അത് ഓർ വെക്കുന്നില്ലല്ലോ വേറെന്ന. അപ്പൊ എല്ലാവരും ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഫോട്ടോ അങ്ങ് എടുക്കുന്ന ഫോട്ടോ.
എത്തിച്ച ഫിഷ് എടുക്കാൻ അപ്പൊ ഗൈസ് ഇന്നത്തെ ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സ്പെഷ്യൽ ഐറ്റം പറയുന്നത് ഈ ഫിഷ് ഗ്രില്ലും അതേപോലെ ബാർബിക് ചിക്കൻ, ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ്. പിന്നെ ഒരുപാട് സലാഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദാൽ ഫ്രൈ, പൊറോട്ട, ഇതൊക്കെ ലൈവായിട്ടാണ് ഉണ്ടാക്കിയതും കഴിച്ചതൊക്കെ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും നല്ലോണം കഴിച്ചു. കുട്ടികൾക്കാണെങ്കിൽ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ബബ്ബൂസ് ഇതാ എന്റെ കൂടെ ഇരുന്നിട്ട് ഒരു സൈഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടുണ്ട്. അല്ലെങ്കിൽ ബബ്ബൂസ് ഫുഡൊന്നും കഴിക്കാൻ വരാറേയില്ല. ഇതെന്റെ ബ്രദറിന്റെ മോന് മൂസ, പിന്നെ ഒരു ബ്രദറിന്റെ മോന് നിഹാലാണ്. ഇവര് വീഡിയോ എടുക്കുന്ന സമയത്ത് എടുക്കണ്ട ഇങ്ങനെ പറയുന്നുണ്ട്. മൂസ ഇപ്പൊ നാട്ടില് വെക്കേഷൻ ആയിക്കൊണ്ട് വന്നത്. ഇവരൊക്കെ ആയിട്ട് ഞങ്ങക്ക് നല്ല കമ്പനിയാണ്. അപ്പോഴേക്കും മിയ അകത്ത് വന്നിട്ട് അവനിങ്ങനെ പാട്ട് പാടിക്കൊണ്ടുണ്ട്. ഇതെന്റെ സിസ്റ്റർ ഹസ്ബൻഡാണ്. ഇവരെ വീട്ടിലാണ് ഫംഗ്ഷനൊക്കെ ഇന്ന് നടന്നുകൊണ്ടുള്ളത്. അവന് നന്നായിട്ട് പാട്ടൊക്കെ പാടും. അങ്ങനെ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടുണ്ട്. ഞാൻ ആ പാട്ട് ഇതിൽ പ്ലേ ചെയ്യാത്ത എന്തെന്ന് വെച്ചാൽ മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ കോപ്പിറൈറ്റ് ഒക്കെ വരുന്നത് കൊണ്ട് ഞാൻ ആ പാട്ടിനെ മ്യൂട്ടാക്കിയിട്ട് ഇങ്ങനെ വോയിസ് ഇടുന്നുള്ളത്. എല്ലാരും മിയാന്റെ പാട്ട് ഇങ്ങനെ ആസ്വദിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ലത ഓടിയിട്ട് വന്നിട്ട് അവളിതാ പാട്ട് പാടാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. ലതാക്ക് പിന്നെ എപ്പോഴും പാടണം. അപ്പോഴേക്ക് അയാനും വന്ന് അവനും ഇതാ പാടിക്കൊണ്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി ഫംഗ്ഷൻ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ ഞാനും ഇതാ മൈക്ക് കെട്ടിയിട്ടാകുമ്പോൾ ഞാനും 2 സോങ്ങൊക്കെ എന്റെ സിസ്റ്ററെ കൂടെ ഇങ്ങനെ പാടിക്കൊണ്ട് നിന്നു.